നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 2, 2025 ചൊവ്വ. അങ്ങനെ നിഫ്റ്റിക്ക് ഇന്നത്തെ വീക്കിലി എക്സ്പയറി 26,000 എന്ന ലെവൽ ഇൻട്രാഡേ ബേസിസിൽ ബ്രേക്ക് ചെയ്തെങ്കിൽ കൂടിയിട്ടും ഈ കീ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എങ്കിലും ഇന്നത്തോടുകൂടി തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്നും തുടർച്ചയായി ഇന്ത്യൻ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. തുടർന്ന് നിഫ്റ്റിക്ക് നേരിയ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 26,154 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും പിന്നീട് മാർക്കറ്റിൽ ഫോൾ ഉണ്ടായതിനെ തുടർന്ന് 26,000 എന്ന കീ ലെവൽ ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് ഉടനടി തന്നെ 25,997 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാനും സാധിക്കുകയുണ്ടായി. തൽഫലമായി ഇന്ന് 143 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 26,032 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 503 പോയിന്റുകളുടെ നഷ്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 407 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 871 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1952 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ എല്ലാ മേഖലകളും നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, പ്രൈവറ്റ് ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മീഡിയ തുടങ്ങിയ മേഖലകൾക്ക് 0.5% നഷ്ടവും ഇന്ന് നേരിടേണ്ടി വന്നു. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിലും മോശമായ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുകയുണ്ടായത്. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പിനും 0.6% നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. ഇന്റർഗ്ലോബ് ഏവിയേഷൻ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഭാരത് ഇലക്ട്രോണിക്സ്, HDFC ലൈഫ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ഏഷ്യൻ പെയിന്റ്സ്, ഭാരതി എയർടെൽ, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, SBI ലൈഫ് ഇൻഷുറൻസ്, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നേട്ടവും കൈവരിക്കുവാനുമായി. തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് എത്തിച്ചേരേണ്ടതായിട്ടും വരികയുണ്ടായി. തൽഫലമായി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 32 പൈസയുടെ നഷ്ടത്തോടുകൂടി 89.87 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുമുണ്ടായത്. ഇനി നമുക്ക് ഇന്നും തുടർച്ചയായി ഇന്ത്യൻ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും റെക്കോർഡ് ലോയിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി ഇന്ന് ഒരു അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് 89.92 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മാത്രമല്ല കഴിഞ്ഞ നവംബർ 4 തുടങ്ങിയ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ശോഷണത്തിന് ഇന്നും ഒരു അവസാനമുണ്ടായില്ല. മാത്രമല്ല മൂല്യശോഷണം ഇന്നും അതിശക്തമാവുകയാണ് ഉണ്ടായത്. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് നേരിടേണ്ടി വന്ന മൂല്യശോഷണമാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാൻ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നവംബർ 27 മുതൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ പുനരാരംഭിച്ച സെല്ലിങ്ങും ഇന്നലെ ഈ മാസത്തെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിലും തുടരുകയുണ്ടായി. മാത്രമല്ല 1,171.3 കോടി രൂപയ്ക്കാണ് ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്തു നിന്നും സെല്ലിംഗ് ഉണ്ടാവുകയും ചെയ്തത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ സെല്ലിംഗ് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ തളർത്തുക തന്നെയുണ്ടായി. കഴിഞ്ഞ ആഴ്ച അവസാനത്തോടെ ആരംഭിച്ച വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ഇന്നും തുടരുകയുണ്ടായി. കാരണം ഇന്നലെ US മാർക്കറ്റില് S&P 500നും നാസ്ഡാക്കിനും നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതും. മാത്രമല്ല ഇന്നലെ 3 യൂറോപ്യൻ മാർക്കറ്റ്സും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. അതിനു പുറമെ ഇന്ന് രാവിലെ US ഡോ ജോൺസ് ഫ്യൂച്ചർ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടരുന്നതും. അതുകൂടാതെ ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റ്സുകൾക്കും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ഉച്ചയ്ക്ക് മുൻപ് വരെ ഭൂരിഭാഗം മാർക്കറ്റുകളും നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടരുകയുമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ തുടർന്ന വീക്ക്നെസ്സും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയുണ്ടായി. ഇന്ന് ബാങ്കിംഗ് സ്റ്റോക്കുകളില്, പ്രത്യേകിച്ച് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളില് അതിശക്തമായ സെല്ലിംഗ് പ്രഷറാണ് അനുഭവപ്പെടുകയുണ്ടായത്. കാരണം സെബിയുടെ ഭാഗത്ത് നിന്നും NSEക്ക് പുതിയ നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. ഇൻഡെക്സിലെ സ്റ്റോക്കുകളുടെ വെയിറ്റേജില് മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള നിർദ്ദേശമാണ് സെബിയുടെ ഭാഗത്ത് നിന്നും വരികയുണ്ടായത്. മാത്രമല്ല ഡിസംബർ 31 ബാങ്ക് നിഫ്റ്റിയിലെ ചില സ്റ്റോക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ
സ്റ്റോക്കുകൾ ആഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് റീസ്ട്രക്ചറിംഗ് നടപ്പിലാക്കുന്നതും ബാങ്ക് നിഫ്റ്റിയെ ഇന്ന് സാരമായി തന്നെ ബാധിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ബാങ്ക് നിഫ്റ്റിയിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, ICICI ബാങ്ക് സ്റ്റോക്കുകളിൽ ഇന്ന് അതിശക്തമായ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടു. തൽഫലമായി ഇന്ന് HDFC ബാങ്കിന് 1%-ലേറെയും ICICI ബാങ്കിനും 1%-ലേറെ നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ആയിരുന്നതിനാൽ തന്നെ പല ഘട്ടങ്ങളിലും ഇന്ത്യ വിക്സ് ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി, നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും. എന്നാൽ ഉച്ചതിരിഞ്ഞ് ഇന്നത്തെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഇന്ത്യ വിക്സിൽ അതിശക്തമായ ഇടിവും അനുഭവപ്പെടുകയുണ്ടായി. ഇന്ന് ഇന്ത്യ വിക്സ് ക്ലോസിംഗ് ബേസിസിൽ 3%-ലേറെ ഇടിവും നേരിട്ടത് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇതിനെല്ലാം പുറമെ അവസാന ഏതാനും ട്രേഡിംഗ് സെക്ഷനിലായിട്ട് ഉയർച്ച അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്ന് നേരിയ ഇടിവ് അനുഭവപ്പെട്ടതും നമ്മുടെ മാർക്കറ്റിനെ വലിയൊരു ഫോളിൽ നിന്നും പിടിച്ചു നിർത്തുവാൻ സഹായിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 79 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ 0.5%-അടുത്തും ജർമ്മൻ മാർക്കറ്റ് 0.5%-അടുത്തും നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് ഇന്ത്യൻ, ചൈനീസ് മാർക്കറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെ വില $63 പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $59.24 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിലും ഇടിവ് നേരിടുന്നുണ്ട്. ഏകദേശം $48 മുകളിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് $4183.27 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്വിഗ്ഗി 10,000 കോടി രൂപയുടെ QIP അടുത്ത ആഴ്ച കമ്പനി ആരംഭിക്കാൻ പദ്ധതി ഇടുന്നതായിട്ട് റിപ്പോർട്ട്സുകൾ വരുന്നുണ്ട്. യെസ് ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഡിസംബർ 31 മുതൽ ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഈ രണ്ട് സ്റ്റോക്കുകളെയും ഉൾപ്പെടുത്തും. മീഷോ IPO നാളെ മുതൽ സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ആകും. $105 മുതൽ $111 പെർ ഷെയർ എന്ന നിലയിലായിട്ടാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഐക്യൂസ് IPO നാളെ മുതൽ സബ്സ്ക്രിപ്ഷനു വേണ്ടിയിട്ട് ഓപ്പൺ ആകും. ഡിസംബർ 5, 2025 സബ്സ്ക്രിപ്ഷനു വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് $118 മുതൽ $124 പെർ ഷെയർ എന്ന നിലയിലാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ജിയോ സ്റ്റാറിന്റെ അനുബന്ധ സ്ഥാപനമായ സ്റ്റാർ ടെലിവിഷൻ പ്രൊഡക്ഷൻസ് ലിമിറ്റഡിന്റെ ലയനം ജിയോ സ്റ്റാറുമായിട്ട് ഇന്ന് പൂർത്തിയാക്കുകയുണ്ടായി. എലഗൻസ് ഇന്റീരിയേഴ്സ് 81 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. വിശാൽ ഫാബ്രിക്സ് ലിമിറ്റഡ് 100 കോടി രൂപയുടെ പുതിയ എക്സ്പോർട്ട് ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.